ലാറ്റ്വിയയിൽ വന്നിറങ്ങിയിട്ട് ഇവിടെ എല്ലായിടത്തും നിറച്ച് പൂക്കളാണ്. ഞാൻ വന്നത് മെയ് 4-ാം തീയതിയാണ്. പക്ഷേ ഇത് നോക്കിയേ, എല്ലായിടത്തും പൂക്കളാണ്. അതുകൂടാതെ തന്നെ എല്ലാ വീടുകളിലും തുലിപ്പ് ചെടിയൊക്കെ വിരിഞ്ഞിപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ പറമ്പിൽ കാണുന്ന സ്റ്റാർ പൂവില്ലേ, നാട്ടിൽ പല്ലുവേന പൂവെന്നൊക്കെ പറയും. അങ്ങനത്തെ ടൈപ്പ് പൂക്കളൊക്കെയാണ് ഉള്ളത്. പക്ഷെ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വെള്ളപ്പൂക്കളും ഇഷ്ടംപോലെ കാണുന്നുണ്ട്. എന്താ പറയുക, നമ്മൾ നാട്ടിൽ കാണാത്ത ഒരുപാട് മരങ്ങൾ പരിപാടികളൊക്കെ ഉണ്ട്. ചെറി ബ്ലോസം പോലത്തെ കുറേ മരങ്ങളൊന്നും ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ എന്താ പറയുക, ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് തൊട്ടപ്പുറത്ത് കാണുന്ന ഫെൻസിങ് കണ്ട, വേലി പോലെ കെട്ടിയ കണ്ട, അത് ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തെ കാടാണ്. ഇടയ്ക്ക് മാൻ വരും, കാട്ടുമുയലുണ്ടാവും, അവിടെ വരെ വെച്ചിട്ടുണ്ട്. ഈ രണ്ടും മരം നിൽക്കുന്നത് ആപ്പിൾ മരമാണെന്നാണ് പറഞ്ഞത്. ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയാൻ പാടില്ല. പിന്നെ എന്താ പറയുക, ഈ മരങ്ങളൊക്കെ ഉണ്ടോ, ഓക്കെ. അവിടെ അത് ഞങ്ങളുടെ ലോണിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇഷ്ടം പോലെ ഈ പറഞ്ഞ പോലെ മരങ്ങൾ നിൽപ്പുണ്ട്. ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ നിൽക്കണുണ്ട് ബാക്കിലാണ്, ഫ്രണ്ടില്ല, ബാക്കാണ്. എല്ലാം കൊണ്ടും നമുക്കൊരു പക്ക യൂറോപ്യൻ ഗ്രാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പക്ക യൂറോപ്യൻ ഗ്രാമമാണ്. കാര്യം അതൊരു ഔട്ട്സ്കേർട്സ് ആണെങ്കിൽ പോലും, ലാറ്റ്വിയ ആണെങ്കിൽ പോലും എല്ലാം കൊണ്ട് അടിപൊളിയാണ്. നാട്ടിൽ പൂരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതുപോലെ അപ്പുറത്തെ ആ ഗ്രൗണ്ടിലൊക്കെ ഒരുപാട് പൂക്കൾ വിരിഞ്ഞ് നിൽപ്പുണ്ട്. ഈ സൈഡൊക്കെ ഓക്കെ. ഇതാണ് ഞങ്ങളുടെ താമസിക്കുന്ന കോട്ടേജ്. ഇവിടെ ഒരുപാട് നീല കളറിലെ പൂക്കളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, എൻ്റെ പൂവാണെന്ന് പേരറിയാൻ പാടില്ല. അറിയുന്നവരെ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി പേരെന്താണെന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, ഇതെന്തോ ടൈപ്പ് പൂവാണ്. നാട്ടിൽ ഞാൻ പൂ കണ്ടിട്ടില്ല, ഇങ്ങനത്തെ പൂ കണ്ടിട്ടില്ല. അതുകൂടാതെ ഈ വൈറ്റ് പൂക്കൾ ഒരുപാടുണ്ട്. ഇത് പറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, വെള്ളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വിരിഞ്ഞ് വരും. ഈ യെല്ലോ പൂക്കളും അങ്ങനെ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് പറിച്ചിട്ട് വെള്ളത്തിൽ മുക്കി വെച്ചാൽ മതി, അന്നേരം ഭംഗിയായിരിക്കുള്ളൂ. റോട്ടിലൊക്കെ മനുഷ്യൻ പോലും ഇല്ല. എല്ലാം കൊണ്ടും ഒരു വിജനതയാണ്. പക്ഷേ പക്ക യൂറോപ്യൻ ഗ്രാമം ആസ്വദിക്കണമെങ്കിൽ ഇതുപോലത്തെ സ്ഥലങ്ങൾ വരണം. ഇത് കണ്ടോ, റോഡ് ഫുൾ ഇങ്ങനത്തെ നല്ല അടിപൊളി സംഭവങ്ങളാണ്. റോഡിൽ മനുഷ്യൻ പോലും ഉണ്ടാവത്തില്ല. നല്ല തണുത്ത കാറ്റാണ്. ഞാനിപ്പോൾ ഒന്ന് ഇട്ടിരിക്കുന്നത് സാധാരണ ഷോർട്സും ഒരു ബനിയാനൊക്കെ ആണെങ്കിൽ പോലും തണുത്ത കാറ്റാണ്. ഞാൻ ആദ്യത്തെ ദിവസം വരുമ്പോഴത്തേക്കും എനിക്ക് ഒട്ടും നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നിലവിൽ എല്ലാം കൊണ്ടും സെറ്റായി വരുന്നുണ്ട്. ഈ സമൃദ്ധി ബദ്രത്തിൽ ഒരു കാലത്തോളത്തുണ്ടല്ലേ, ബദ്രഹേം എസ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ട് നീങ്ങിയിട്ട് ഒരു മഞ്ഞ കളർ പെയിൻ്റ് അടിച്ച ബിൽഡിംഗ് കണ്ടോ, ഞാൻ കുറച്ച് അടുത്ത് കാണിക്കാം. അവിടെ ശരിക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നിറച്ച് പശുക്കളാണ്. ഒരു ഡയറി ഫാം ഉണ്ട്, കുറേ വൈക്കോലിൽ നിന്ന് ഒരുപാട് കിളികളുണ്ട്. ജസ്റ്റ് ഒന്ന് സൈലൻ്റ് എന്നുണ്ടെങ്കിൽ ഒരുപാട് കിളികൾ സൗണ്ട് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ. നിറച്ച് മരങ്ങളും പരിപാടികളൊക്കെയാണ്. ഇടയ്ക്ക് നല്ല കിളികളൊക്കെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരു പഴയൊരു പശുവിൻ്റെ ഫാമാണ്. കുതിരേനെ വളർത്തിയെന്ന് പറയുന്നുണ്ട്, ഡീറ്റെയിൽ ഒന്നും അറിയാൻ പാടില്ല. പക്ഷേ സംഭവം അടിപൊളിയാണ്. ചുറ്റുവട്ടത്തിന് മരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്പ്രിംഗ് സീസണിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വിൻ്ററിൽ നിന്നും സ്പ്രിംഗ് സീസണിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ കാറ്റ് വീശുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇടിച്ച് നിർത്തുകയാണ്. ഇതൊരു വർക്ക്ഷോപ്പാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പഴയ കാലത്തെ ഒരു വർക്ക്ഷോപ്പാണ്. അപ്പോൾ ഇതൊക്കെ ഒരു സ്റ്റാഫൊക്കെ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഗവൺമെൻറ് കൊണ്ടുപോകും. മൊത്തം ഇവിടെ കൃഷിയിറക്കാണ് പരിപാടിയാണ്. വളരെ സ്ഥലം ഒഴിച്ചിട്ടിരിക്കുന്നത് ബ്ലൂബെറി, ബ്ലാക്ക്ബെറി തുടങ്ങിയ കൃഷികൾ നടത്താനാണെന്ന് പറഞ്ഞു കേട്ടത്. ഇവിടുത്തെ ഓരോ ഏക്കറുകൾ കണക്കാണെങ്കിൽ കൃഷിഭൂമി ഇവിടുത്തെ ഓരോരുത്തരുടെ സ്വന്തമാണ്. തൊട്ടപ്പുറത്ത് കാണുന്നത് വനമാണ്. പക്ഷേ വനമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പോലത്തെ വനമല്ല. അത്യാവശ്യം ഈ പറഞ്ഞ പോലെ എന്താ പറയുക, മൃഗങ്ങളൊക്കെ ഒന്നുമില്ല. മുയലുണ്ട്, മാനുണ്ട്. ഇടയ്ക്ക് റോഡിലേക്ക് മാൻ ചാടുന്നു, ഫ്രണ്ടിൽ വരുന്ന വണ്ടി ഇടിക്കുന്നു. അയാൾക്കത് എടുക്കാൻ പറ്റില്ല. ബാക്കിലത്തെ എന്താ പറയുക, മാനെടുക്കാം. ആൾക്ക് വണ്ടിക്ക് വരുന്ന ആൾക്കെടുക്കാം. നോക്കി നടന്നില്ലെങ്കിൽ വണ്ടി വരുന്നൊന്നും കാണാൻ പറ്റില്ല. അത്യാവശ്യം നല്ല വെയിലുണ്ട്, പക്ഷേ നല്ല തണുപ്പുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.